students, welcome to ASF Academy. I am Femi. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷന്റെ തേർഡ് വീഡിയോ ആണ്. ഓൾറെഡി ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ബേസ് ഒരു വീഡിയോ ചെയ്ത്, സെക്കൻഡ് ഇൻഡിപെൻഡൻസിനെയും കണ്ടക്ട് ഓഫ് ഓഡിറ്റിന്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തേർഡ് പോർഷൻ ആണ്. തേർഡ് പോർഷനിൽ എന്തിനെ ബേസ് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓഡിറ്റ് ഫോർ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെയാണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ ഓഡിറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഏതൊക്കെയാണ്? മാനേജ്മെന്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ക്യാഷ് ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, എഫിഷ്യൻസി ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, റെഗുലേറ്ററി ഓഡിറ്റ്, പോസ്റ്റ് വൗച്ച് ഓഡിറ്റ് അല്ലെങ്കിൽ വൗച്ച് പോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, ഇനി ഇത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ്. ഓക്കെ, മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ? സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദി മാനേജ്മെന്റ്. ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പ്രോസസ്സ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിൽ വരുന്ന പ്ലാൻസ്, പോളിസീസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൃത്യമായിട്ട് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്ത് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, അവർ പെർഫോം ചെയ്യുന്ന കറക്റ്റ് അല്ലേ എന്ന് നോക്കുന്നതാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Okay, it is audit of managerial actions and decisions. That is management. Management audit ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഇവിടെ ജസ്റ്റ് എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു മാനേജ്മെന്റിന്റെ ടോട്ടൽ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ടാണോ പെർഫോം ചെയ്യുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റിങ്ങിനെയാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഡിറ്റ് ഓഫ് മാനേജീരിയൽ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻ. അവരുടെ ആക്ഷൻസും ഡിസിഷൻസും ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് അതൊക്കെ ക്രിട്ടിക്കലി എക്സാം ചെയ്യുക, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, എക്സെട്ര. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഡിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ? വെരിഫിക്കേഷൻ ഓഫ് കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ട്സിന്റെ വെരിഫിക്കേഷൻ, അത് കറക്റ്റ് ആയിട്ടാണോ കോസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യലാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിന്റെ വെരിഫിക്കേഷൻ, അതായത് കമ്പനിയുടെ കോസ്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കണാണ് തറോലി എക്സാമിൻ ചെയ്യുക എന്ന് പറയും. അതിനുവേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആരെയാണ്? കോസ്റ്റ് ഓഡിറ്ററിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. അദ്ദേഹം എൻഷുർ ചെയ്യും കമ്പനി കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ്, പ്ലാൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണോ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ആരുടെ അതോറിറ്റിയാണ്? കോസ്റ്റ് ഓഡിറ്ററുടെ അതോറിറ്റിയാണ്. ഓക്കെ, ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിംഗ് കമ്പൽസറി ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. എല്ലാ കമ്പനീസിനും കമ്പൽസറി അല്ല, പക്ഷെ മാനുഫാക്ചറിങ്, പ്രോസസിങ് ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനീസിനെല്ലാം കോസ്റ്റ് ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്. അവരൊരു കോസ്റ്റ് ഓഡിറ്ററിനെ വെച്ചിട്ട് കോസ്റ്റ് ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് നിർബന്ധിതമാണ്. ഇറ്റ് ഈസ് എ കമ്പൽസറി ടു ദീസ് കമ്പനീസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്, പ്രോസസിങ് ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഓഡിറ്റ്. ഇപ്പൊ മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്, കോസ്റ്റ് ഓഡിറ്റ് ആണ്. തേർഡ് ആണ് ക്യാഷ് ഓഡിറ്റ്. ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്നത് പാർഷ്യൽ ഓഡിറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർഷ്യൽ ഓഡിറ്റ് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ നോക്കണം? ഓൺലി ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റ്സും മാത്രമാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റിങ്ങിൽ നമ്മളിവിടെ ചെയ്യുന്ന ഒരു പാർഷ്യൽ ഏരിയ മാത്രം എടുത്ത്, ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്ത് അവിടെ മാത്രം ക്യാഷ് എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തിട്ട് അവിടെ മാത്രം ഓഡിറ്റിംഗ് നടത്തുന്ന ക്യാഷ് ഓഡിറ്റ്. ക്യാഷിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്റ്റ്സും പേയ്മെന്റ്സ് എല്ലാം കൂടി ഓഡിറ്റ് ചെയ്യലാണ് ക്യാഷ് ഓഡിറ്റിൽ ചെയ്യുന്നത്. അത് എങ്ങനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുക? ഈ ക്യാഷ് റെസിപ്റ്റും പേയ്മെന്റ്സും വെരിഫൈ ചെയ്യുക വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. ഏതൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്? വൗച്ചേഴ്സ് ഉണ്ടാവും, റെസിപ്റ്റ്സ് ഉണ്ടാവും, മിനിറ്റ് ബുക്സ് ഉണ്ടാവും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അതിന്റെ ബിൽസ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക, ഇവര് ഈ ക്യാഷ് പർച്ചേസും ക്യാഷ് റെസിപ്റ്റ്സും എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കണ കറക്റ്റ് ആയിട്ടാണോ അല്ലേ എന്നില്ല വെരിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ക്യാഷ് ഓഡിറ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഡിറ്റ് ആണ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്തിനു വേണ്ടി? സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിന്റെ ബേസിൽ ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ. എന്തെങ്കിലും ഫാക്ട് ഫൈൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഓഡിറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്നത് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്.
സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു ഓഡിറ്റ് വേണം എന്ന് പറയുന്നത്. ആസ് പെർ ദ റൂള് നമ്മളെ കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 233A പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഒരു സ്പെഷ്യൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ചില സർക്കംസ്റ്റൻസ്, അതായത് ഒരു കമ്പനി അവരുടെ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ അവർ ഒരു സീരിയസ് ഡാമേജസ് അവരുടെ ട്രേഡ് ഇൻഡസ്ട്രിയിൽ വരുത്തി, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അത്രയും വേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ഓഡിറ്റിന് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഓഡിറ്റ് നടത്താൻ വേണ്ടി അവരൊരു അപ്പോയിന്റ് ചെയ്യുന്ന ആളെയാണ്, ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്യും, ദാറ്റ് ഈസ് സ്പെഷ്യൽ ഓഡിറ്റർ. ആ സ്പെഷ്യൽ ഓഡിറ്റർ ഓഡിറ്റിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് അല്ല അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഫീ, അതായത് ഓഡിറ്റർക്ക് ഇല്ല ഫീ പേ ചെയ്യുന്നത് ആരായിരിക്കും? കൺസേൺഡ് ബിസിനസ് ആയിരിക്കും ഓഡിറ്റർക്ക് ഫീ പേ ചെയ്യുന്നത്. എത്രയാണ് ഫീ കൊടുക്കേണ്ടത്, അവരുടെ റിമ്യൂണറേഷൻ എത്രയാണ് സ്പെഷ്യൽ ഓഡിറ്റർക്ക് ഉള്ളത് എന്ന് ഡിസൈഡ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് ആണ്. പക്ഷെ ആ സാലറി റിമ്യൂണറേഷൻ കൊടുക്കേണ്ടത് കൺസേൺഡ് കമ്പനി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഡിറ്റ്. ഓപ്പറേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ഒരു ഭാഗമാണ് ഓപ്പറേഷൻ ഓഡിറ്റ്. ഒരു ഇന്റേണൽ ഓഡിറ്റർ ആണ് ഓപ്പറേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇത് എന്താണ്, നമ്മളുടെ ഡിഫറെന്റ് ബിസിനസ് വരുന്ന ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടാവും, മാനേജ്മെന്റ് ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവില്ലേ, അതിലകത്ത് വരുന്ന അവരുടെ ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആണോ എന്ന് എക്സാമിൻ ചെയ്യലാണ് ഓപ്പറേഷൻ ഓഡിറ്റ്. കമ്പനിയുടെ അകത്ത് വരുന്ന ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസിൽ വരുന്ന അവരുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എക്സാമിൻ ചെയ്യുക, അതിന്റെ എഫിഷ്യൻസി എക്സാമിൻ ചെയ്യലാണ് ഓപ്പറേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പെർഫോംഡ് ബൈ ഇന്റേണൽ ഓഡിറ്റർ ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആ ഓഡിറ്റർ സ്ക്രൂട്ടനൈസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ഫേം. ഓരോ ഫങ്ഷണൽ ഏരിയാസിനും ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എടുത്തിട്ട് അതിനെ ഓഡിറ്റർ സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിന്റെ ബേസിസിലാണ് അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി ഓഡിറ്റ്. ഓപ്പറേഷൻ ഓഡിറ്റ്, എഫിഷ്യൻസി ഓഡിറ്റ് ഒക്കെ ചെറിയ വേരിയേഷൻ ഉള്ളൂ. ഇതെല്ലാം മാനേജ്മെന്റ് ഓഡിറ്റിന്റെ അണ്ടറിൽ വരുന്നതന്നെ. ഇറ്റ് ഈസ് ഓഡിറ്റ് കണ്ടക്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഡിറ്റ് നടത്തുന്നത്. അത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി എന്താണ് ഇൻക്രീസ് ചെയ്യുക? അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ്. ആ ഗിവൺ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള എയിമിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റിംഗ് ആണ് എന്ത്? എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എഫിഷ്യൻസി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഡീറ്റെയിൽഡ് ഓഡിറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീറ്റെയിൽഡ് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് കം അണ്ടർ എന്തിന്റെ ബേസിലാണ്? കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആണ് ഈച്ച് ആൻഡ് എവരി ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ റെഗുലർ ഇന്റർവെൽസിന്റെ ബേസിൽ ഓഡിറ്റർ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്ന ഓഡിറ്റിംഗ് ആണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റർ ചെക്കിംഗ് ഡീറ്റെയിൽ ഓൾ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് റെഗുലർ ഇന്റർവെൽസ്. ദാറ്റ് ഈസ് കം അണ്ടർ എന്തിന്റെ ബേസിൽ? കണ്ടിന്യൂസ് ഓഡിറ്റിംഗിന്റെ അണ്ടറിലാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ ഓഡിറ്റില് ടെസ്റ്റ് ചെക്കിംഗ് അപ്ലൈ ചെയ്യും. ഓക്കെ, ടെസ്റ്റ് ചെക്കിങ്ങും ഓഡിറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. പ്രൊപ്രൈറ്ററി ഓഡിറ്റ് പറയുന്നത് ഇറ്റ് ഓൾസോ കം അണ്ടർ പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റിന്റെ പാർട്ടിൽ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈ ഫോം ഓഫ് ഓഡിറ്റ് എന്ന് പറയാം. ഇവിടെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വേരിയസ് ആക്ഷൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അവിടെ എത്ര മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്, അവരുടെ കമ്പനി ഡിഫറെന്റ് കോൺട്രാക്ട്സ് അനലൈസ് ചെയ്യുക, അതേപോലെ അവർ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാവില്ല അത് അനലൈസ് ചെയ്യുക, അവരുടെ പ്രൈസിങ് പോളിസീസ്, സെല്ലിംഗ് പോളിസീസ് അതൊക്കെ പ്രോപ്പർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുക, അവരുടെ ആക്ഷൻസ്, അവരുടെ ഡിസിഷൻസ് ഒക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് എങ്ങനെയാ വെച്ചാൽ ക്ലോസ് സ്ക്രൂട്ടനൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ എതിരായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് വരുന്നത്. ഇറ്റ് ഈസ് എ ഓഡിറ്റ് എവരി ആക്ഷൻസ് and decisions are examined to find out whether they protect public interest and whether they meet the standard of conduct. Okay.
നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ഓഡിറ്റ്. ഇതിൽ എന്താണ് കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അതെന്താ പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ്. ഓരോ കമ്പനിക്ക് ഓരോ ടാർഗറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ ടാർഗറ്റുമായിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ കൺസേൺ വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ്. ടാർഗറ്റുമായിട്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടാർഗറ്റ് റിസൾട്ട് എക്സ്പെക്റ്റഡ് റിസൾട്ട് തന്നെയാണോ, അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, ആ റിസൾട്ടിക്ക് എക്സ്പെക്റ്റഡ് റിസൾട്ടിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതിനാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ഓഡിറ്റ്. റെഗുലേറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബിസിനസ് ഫേംസ് ആണ് റെഗുലേറ്ററി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സീ വെദർ എവരി ട്രാൻസാക്ഷൻസ് ഈസ് അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ ദ കൺസേൺഡ് ബൈ ദി കോമ്പിറ്റന്റ് അതോറിറ്റി. അവരെ കറക്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് അക്യുറേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ അതിന് പറഞ്ഞിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് അപ്രൂവ്ഡും സാങ്ഷൻസും കിട്ടിയിട്ടുണ്ടോ എവരി ട്രാൻസാക്ഷൻസ് എന്നുള്ള ചെക്ക് ചെയ്യുക. ടു സി വെദർ എവരി ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ കോമ്പിറ്റന്റ് അതോറിറ്റി. അതാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ പറഞ്ഞത്. അതേപോലെ തന്നെ റൂൾസ്, ഓരോ ട്രാൻസാക്ഷൻ മെയ്ഡ് ചെയ്തിട്ട് ആസ് പെർ ദ റൂൾസ് ആണോ, റൂൾ പ്രകാരം തന്നെ ഏതെങ്കിലും ലോസ് അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ വൗച്ച് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുക എല്ലാ ട്രാൻസാക്ഷൻ. ഓഡിറ്റർ ഡീറ്റെയിൽ എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻ എന്തിൻ്റെ ബേസിലേക്കാരം പ്രിപ്പയർ ചെയ്തിരിക്കണം, ഒറിജിനൽ എൻട്രിയുടെ ബേസിസിലാണോ ഇത് പോസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം ടിൽ ഇറ്റ് ഹാസ് ബീൻ പോസ്റ്റഡ് എന്നുള്ളതാണ് ഇവിടെ വൗച്ച് ആൻഡ് പോസ്റ്റിൽ എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഇൻവോൾവ്സ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ദ transaction by the auditor. Auditor എല്ലാ transaction detail exam ചെയ്യാണ് with the preparation of original entry till it has been posted. ഓക്കെ. എങ്ങനെ എക്സാമിൻ ചെയ്യുമ്പോൾ അവർ ടിക്ക് മാർക്ക് യൂസ് ചെയ്യും, അതേപോലെ ഡിഫറെൻറ്റ് കളർ പെൻസ് യൂസ് ചെയ്തിട്ട് സൈനിങ് വരും, അതിൻ്റെ പോസ്റ്റിംഗ്, ടോട്ടലിംഗ്, ബാലൻസിങ്, ക്യാരി ഫോർവേഡിൻ്റെ ഒക്കെ ടൈമിൽ. ഓക്കെ. അപ്പോൾ ഇത്രയോട് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.